കാണാം, നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചവർ സാധാരണ ജനാണോ? അല്ല, പുരോഹിതന്മാരും ലേവ്യരുമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെട്ട അധികാരവർഗമാണ് സ്നാപയോഹന്നാൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ തൊടുത്തുവിടുന്നത്. അതിലൊരു ചോദ്യമാണ്, നീ ക്രിസ്തുവാണോ? അല്ല. നീ ഏലിയാണോ? അല്ല. നീ പ്രവാചകനാണോ? അല്ല. പിന്നെ നീ എന്താ സ്നാനം കഴിപ്പിക്കുന്നത്? ആ ചോദ്യം അവർ ചോദിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നിട്ടും ക്രിസ്തു വരുമ്പോൾ സ്നാനം കഴിപ്പിക്കും എന്നൊരു വാക്യം ബൈബിളിൽ എവിടെയോ ഉണ്ട്. ഞാൻ മലയാളം ബൈബിള് അരിച്ച് പെറുക്കി പരിശോധിച്ച് നോക്കി, അങ്ങനൊരു വാക്യം എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ തമിഴ് ബൈബിളിൽ അങ്ങനൊരു വാക്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ചിലപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലും അതുണ്ടെന്ന് വരും. ഗ്ലോറി ജീസസ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം അതിൻ്റെ 13, 14, 15 ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വചനങ്ങൾ. എൻ്റെ ദാസനു ശ്രേയസ്സുണ്ടാവും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നു പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതിലൊന്നും യേശു ക്രിസ്തു ആരെയും സ്നാനപ്പെടുത്തുമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ഈ വാക്യം, പ്രത്യേകിച്ച് അതിൻ്റെ 14-ാമത്തെ വാക്യം മറ്റു ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നു കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ 13-ാമത്തെ വാക്യത്തിൽ നിന്ന് ആ പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അത് കർത്താവിൻ്റെ ദാസനെ കുറിച്ച് യെശയ്യാ നടത്തുന്ന 4-ാമത്തെ പ്രവചന. എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാകും, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. ഇനി അതിൻ്റെ 14-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവനെ കണ്ടവർ അമ്പരന്നുപോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. അടുത്ത കഷ്ണമാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സോ ഷാൽ ഹി സ്പ്രിങ്കിൾ മെനി നേഷൻസ്. മനസ്സിലായോ? യഹൂദൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് തളിക്കില. യഹൂദൻ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാ? ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാ? ഈസോപ്പ് ചെടിയുടെ തണ്ട് അറുക്കപ്പെട്ട യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ വെള്ളം കലർത്തി അതിൽ മുക്കി തെളിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ യേശു ക്രിസ്തു വരുമ്പോൾ അനേകരെ അവൻ ശുദ്ധീകരിക്കും എന്നൊരു പ്രവചനം ബൈബിളിലുണ്ട്. അത് ഈ പരീശന്മാർക്ക്, ലേവ്യ പുത്രന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഇവന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, ഈ ഏലിയാണോ? അല്ല. പ്രവാചകനാണോ? അല്ല. ക്രിസ്തുവാണോ? അല്ല. പിന്നെ നീ എന്താ ഈ കാണിക്കുന്നേ? അവൻ അനേകം ജാതികളെ തളിപ്പാർ എന്നാണ് തമിഴ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു വരുമ്പോൾ അനേകരെ ശുദ്ധീകരിക്കും എന്ന് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ സ്നാനപ്പെടുത്താൻ ഒരാൾ വന്നപ്പോൾ, അത് ആദ്യം വന്നതാരാ? സ്നാപക യോഹന്നാൻ. അതുകൊണ്ടാണ് ചോദിച്ചത്, ആർ യു ജീസസ്? ആർ യു ദ മെസായ? ആർ യു ദ ക്രൈസ്റ്റ്? അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് സ്നാനം. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടിരിക്കണം. കാരണം ഞാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അവനോട് ചേരുമ്പോൾ മാത്രമാണ് ഞാൻ പാപമോചിതനാകുന്നത്. അല്ലാതെ പാപമോചിതനായതിന് ശേഷം സ്നാനപ്പെടുകയല്ല.
എൻ്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് സ്നാനത്തിൽ മാത്രമാണ്. ഇത് പറയുമ്പോൾ പല സഭകളും എന്നെ വിളിക്കും ഞാനൊരു ദുരുപദേശക്കാരനാണെന്ന്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. പക്ഷെ വാട്ട് ഐ സേ ഈസ് ദ ട്രൂത്ത്. അത് നിങ്ങൾ എന്തെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നാനം എന്ന് പറയുന്നത് വളരെ ലഘുവായൊരു കാര്യമാണ്. വളരെ ലഘുവായൊരു കാര്യമാണ്. വെള്ളത്തിലൊന്ന് മുങ്ങുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലൊന്ന് മുങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ? അല്ല, അത് വളരെ മഹത്തായൊരു കാര്യമാണ്. പാപച്ചേറ്റിലായിരുന്ന നമ്മെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ആദ്യ പടിയാണ് സ്നാനം. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് കൊളോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൊളോസിയർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം, കൊളോസിയർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ വളരെ വിശദമായ ഒരു മുഖവുര പൗലോസ് തരിക. പൗലോസ് അപ്പോസ്തലനാകട്ടെ ക്രിസ്തുയേശു ആകട്ടെ ഒരു ഉപദേശം പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരു മുഖവുര തരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി കെയർഫുൾ. വളരെ സൂക്ഷിക്കണം. കാരണം പൗലോസ് അപ്പോസ്തലൻ്റെ രചനയുടെ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, ഈസ് കട്ട് ആൻഡ് ഡ്രൈ. പക്ഷേ ഈ ഉപദേശം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് സാമാന്യം വലിയ ഒരു മുഖവുര തരികയാണ്. 8-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനു മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പരിശ്രമിക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നവും. കാരണം കിട്ടിയ എന്തുകൊണ്ടും മനുഷ്യൻ തൃപ്തനല്ല. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ശലോമോൻ എഴുതി വെച്ചൊരു വാക്യമുണ്ട്: ദൈവം മനുഷ്യനെ വളരെ ലളിത മാനസനായിട്ടാണ് സൃഷ്ടിച്ചത്, എന്നാൽ അവൻ്റെ ജീവിതം സങ്കീർണമാക്കിയെന്ന്. വായിച്ചിട്ടുണ്ടോ? സഭാപ്രസംഗിയുടെ പുസ്തകം ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാ. സഭാപ്രസംഗി 7:29 കിട്ടിയവർക്ക് വായിക്കാം. ഞാൻ കണ്ടത് ഇതാണ്: ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ സങ്കീർണ പ്രശ്നം എന്ന് പറയുന്നത് ആരുടെ സൃഷ്ടിയാ? അവന്റെ തന്നെ. അത് മനുഷ്യന്റെ തന്നെ സൃഷ്ടിയാ. സത്യവേദ പുസ്തകമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വായിച്ചാട്ടെ ആ വാക്യം. സത്യവേദ പുസ്തകമുള്ള ആരെങ്കിലും ഒരാളൊന്ന് ഉറക്കി വായിച്ച്. അല്ലല്ല, 29-ാമത്തെ വാക്യം. ഞാൻ കണ്ടത് ഇതാണ്: ദൈവം മനുഷ്യനെ എങ്ങനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു. അത് വാസ്തവത്തിൽ സത്യവേദ പുസ്തകമല്ല. സത്യവേദ പുസ്തകത്തിൽ കാണുക അവൻ അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്ന. മനസ്സിലായോ? അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തി, സൂത്ര വഴി അന്വേഷിക്കുക. ഇത് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ സ്നാനത്തിൻ്റെ കാര്യത്തിൽ അതേപടി എന്നർത്ഥമാണ്. ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ഒന്ന് വെള്ളത്തിലിറങ്ങി മുങ്ങുക എന്നുള്ളത്. നമ്മളിപ്പോൾ വെള്ളം കാണാത്ത ആളുകളൊന്നുമല്ല. ഇത്രയും നിസ്സാരമായൊരു കാര്യം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അരുളപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 8 ദിവസം പ്രായമുള്ളപ്പോൾ ഏറ്റതാ, അത് മതി. ഇവിടെ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്: ദൈവം മനുഷ്യനെ സരള ഹൃദയനായി, സിമ്പിൾ മൈൻഡഡായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയാണ് ദൈവത്തിനോട് ചേരാൻ മനുഷ്യന് തടസ്സമായി നിൽക്കുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അകത്തേക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നത് ദൈവമല്ല,
മനുഷ്യന്റെ ബുദ്ധിയാ.